ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ അപ്പോൾ അവരോട് സംസാരിക്കുന്നതാണ് ഈ തിരുവചന ഭാഗം. ഈശോ ശിഷ്യർക്ക് വിവിധ ഉപദേശങ്ങളാണ് ഈ ഒരു ചെറിയ ഭാഗത്തിലൂടെ തന്നെ നൽകുന്നത്. ചുരുങ്ങിയതൊരു 3 തലങ്ങളിൽ നിൽക്കുന്ന ഉപദേശങ്ങൾ ഈശോ ഇവിടെ നൽകുന്നത് നമുക്ക് മനസ്സിലാവും. ഒന്നാമതായി ഈശോ പറയുന്നത്, നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുവിൻ. ഈശോ പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. തിന്മയ്ക്ക് കാരണമാകാതെ നമുക്കെപ്പോഴും ഒരു സ്വയം ശ്രദ്ധ വേണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ഈശോ പറയുന്നത്, നിങ്ങൾ സഹോദരങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. സ്വയം ശ്രദ്ധിക്കുക, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അവരെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരെ തിരുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ മാറ്റി നിർത്തി അവരെ ഇൻസൾട്ട് ചെയ്യാതെ, അവർക്ക് ഹേർട്ടിങ് ആവാതെ അവരെ തിരുത്തി കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തേത്, ആത്മീയ ജീവിതത്തെ ശ്രദ്ധിക്കുക, ദൈവത്തെ ശ്രദ്ധിക്കുക. അതാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വയം വളരുന്നതിനെക്കുറിച്ച്, ദൈവത്തെ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച്, സഹോദരങ്ങളെ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് ഈശോ ഇവിടെ പറയുന്നു. ഈശോ നമുക്കും ഈ 3 ഉപദേശങ്ങൾ 3 മേഖലകളെ കേന്ദ്രീകരിച്ച് തരുമ്പോൾ പൊതുവായി അവിടുന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് വ്യാപിപ്പിക്കാവുന്ന ഒരു ചിന്തയാണിത്. എന്തൊക്കെയാണ്? നമ്മുടെ സംസാരത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവണം, പ്രവൃത്തികളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവണം, വിചാരങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവണം, ഇടപെടലുകളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവണം, നമ്മുടെ നിലപാടുകളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവണം, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവണം, മറ്റുള്ളവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവണം, ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അത് വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് ഈശോ ഒറ്റ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്കുകൾ എപ്പോഴും നമുക്ക് വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ ശ്രദ്ധയുള്ളവരായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് പാപങ്ങളെ ഒഴിവാക്കാനും വിശ്വാസത്തിൽ വളരാനും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കും.